നിലക്കടല അഥവാ കപ്പലണ്ടി ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറവാണല്ലേ. നമ്മൾ സാധാരണ ഒരു ഇടയ്ക്കുള്ള ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ ഒരു നേരം നമ്മൾ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമായിട്ടും എല്ലാം നിലക്കടല ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ അതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ ഏറെ നൽകുന്ന ഒരു മികച്ച ഭക്ഷണമായിട്ടും ഒരു നേരത്തെ ഭക്ഷണമായിട്ടും നിലക്കടല ഉപയോഗിക്കാം. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. 6 മണിക്കൂർ കുതിർത്ത നിലക്കടല നിങ്ങൾ അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം അത് നിങ്ങൾ കഴിക്കാൻ നോക്കുക. ചെറിയ വളരെ നേർത്ത തൊലിയോടുകൂടി കഴിച്ചിരുന്നാലും നല്ലത് തന്നെയാണ്. കുതിർത്ത നിലക്കടലയുടെ ഗുണങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രധാനമായിട്ടും നിലക്കടല കുതിർക്കുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു പൂർണ്ണമായും വെള്ളത്തിൽ അലിഞ്ഞ് നഷ്ടപ്പെടും. ഫൈറ്റിക് ആസിഡിന്റെ അപകടം ഇത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പലയിനം പ്രോട്ടീനുകൾ, വൈറ്റമിൻ B6, വൈറ്റമിൻ E എന്നിവ വലിച്ചെടുക്കുന്നതിനെ തടയുന്നത് കൊണ്ട് തന്നെ ഫൈറ്റിക് ആസിഡ് അലിഞ്ഞു പോകുന്നതോടുകൂടി നമുക്കിവ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ നിലക്കടലയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യം, സിങ്ക് പോലുള്ളവയെ ശരീരത്തിന് എഫക്റ്റീവായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല കുതിർത്ത നിലക്കടലയ്ക്കകത്ത് ധാരാളം